സരോവരത്തെ ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൾ 6 വർഷം മുൻപ് കാണാതായ വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നടത്തിയ DNA പരിശോധനയിലാണ് അസ്ഥികൾ വിജിലിന്റേതാണെന്ന് കണ്ടെത്തിയത്. 2019 മാർച്ചിലാണ് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. അന്ന് പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീട് അന്വേഷണം നിലച്ചു. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം കേസ് വീണ്ടും പൊടിതട്ടിയെടുത്തതോടെയാണ് അന്വേഷണം വിജിലിന്റെ സുഹൃത്തുക്കളിലേക്ക് എത്തിയത്. അമിതമായ ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചെന്നും പിന്നാലെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടെന്നുമാണ് സുഹൃത്തായ KK നിഖിൽ, ദീപേഷ് എന്നിവർ മൊഴി നൽകിയത്. തുടർന്ന് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ അസ്ഥികൾ കണ്ടെടുക്കുകയുമായിരുന്നു. 2019 മാർച്ച് 29-നാണ് എലത്തൂർ പോലീസ് വിജിലിന്റെ തിരോധാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ഒരു സുഹൃത്തിന്റെ ഫോൺ കോൾ വന്നതാണ് വീട്ടിൽ നിന്ന് പുറത്തുപോകാൻ കാരണം. സാധാരണ വീട്ടിൽ ധരിക്കുന്ന വേഷത്തിൽ ബൈക്കുമായി ഇറങ്ങിയ മകനോട് എവിടെ പോകുന്നുവെന്ന അമ്മയുടെ ചോദ്യത്തിന് ഉടൻ വരാം എന്നായിരുന്നു മറുപടി. എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ടും വിജിലിനെ കാണാതായതോടെ പിതാവ് പരാതിയുമായി എലത്തൂർ സ്റ്റേഷനിലെത്തി. മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഓരോ മിസ്സിംഗ് കേസും കൊലപാതക സാധ്യത മുൻനിർത്തി അന്വേഷിക്കണമെന്ന നിർദ്ദേശം വന്നതോടെയാണ് വിജിൽ തിരോധാന കേസിലെ അന്വേഷണം ദ്രുതഗതിയിലായത്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുത്തു. തുടർന്ന് വിജിലിന്റെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം നടത്തി. വിജിലിന്റെ അവസാന ടവർ ലൊക്കേഷൻ സരോവരമാണെന്നും ഇതേസമയം വിജിലിന്റെ സുഹൃത്തുക്കളായ നിഖിലും രഞ്ജിത്തും ദീപേഷും അവിടെ ഉണ്ടായിരുന്നെന്നും ടവർ ലൊക്കേഷൻ പരിശോധനയിലൂടെ പോലീസ് കണ്ടെത്തി. തുടർന്ന് നിഖിലിനെയും ദീപേഷിനെയും വീണ്ടും ചോദ്യം ചെയ്തു. പിന്നാലെ ഇരുവരും സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. മാർച്ച് 24-ന് സുഹൃത്തുക്കളായ നിഖിലിനും രഞ്ജിത്തിനും ദീപേഷിനുമൊപ്പം സരോവരത്തെത്തിയ വിജിൽ അവിടെ വെച്ച് അവർക്കൊപ്പം ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചെന്നാണ് പോലീസ് പറയുന്നത്. വിജിലിന്റെ കയ്യിൽ മയക്കമരുന്ന് കുത്തിവെച്ചുവെന്ന് പ്രതികൾ നൽകിയ മൊഴിയുണ്ട്. അല്പസമയം കഴിഞ്ഞ് വിജിൽ കുഴഞ്ഞു വീണെന്നും ലഹരി വിടുമ്പോൾ പോകുമെന്നും കരുതി സ്ഥലത്ത് നിന്ന് പോയെന്നുമാണ് പ്രതികളുടെ മൊഴി. പിറ്റേന്ന് സ്ഥലത്തെത്തിയപ്പോൾ മരിച്ചു കിടക്കുന്ന വിജിലിനെയാണ് കണ്ടത്. സത്യം പുറത്തറിയാതിരിക്കാൻ മൂവരും ചേർന്ന് തെളിവുകൾ നശിപ്പിക്കാനും മൃതദേഹം കുഴിച്ചു മൂടാനും പദ്ധതിയിട്ടു. വിജിലിനെ ചതുപ്പിലൂടെ വലിച്ചിഴച്ച് ചവിട്ടിത്താഴ്ത്തുകയും സമീപത്തെ വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കല്ലുകളെടുത്ത് ശരീരത്തിൽ കെട്ടുകയും ചെയ്തു. മൃതദേഹം പൊങ്ങി വരാതിരിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത്. പിന്നീട് വിജിൽ നാടുവിട്ടെന്ന് വരുത്തി തീർക്കാൻ വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. വിജിലിനെ കുഴിച്ചുമൂടി 8 മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ ശേഖരിച്ച് വരയ്ക്കൽ കടപ്പുറത്ത് വെച്ച് ശേഷക്രിയ ചെയ്തിരുന്നതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ അന്ന് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. തൊട്ടടുത്ത ദിവസം 3 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. തുടർന്ന് 1-ാം പ്രതി നിഖിലുമായി കല്ലായി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പോലീസ് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പ്രതികൾ ഉപേക്ഷിച്ച വിജിലിന്റെ ബൈക്ക് കണ്ടെടുത്തു. അടുത്ത ദിവസം മുതൽ വിജിലിനെ കുഴിച്ചുമൂടിയ സരോവരത്ത് പരിശോധന തുടങ്ങി. എന്നാൽ കനത്ത മഴ ചതുപ്പിനെ പരിശോധനയ്ക്ക് തടസ്സമായി. കസ്റ്റഡി സമയം അവസാനിച്ചതോടെ പ്രതികളെ തിരിച്ചു നൽകി. ഓണത്തിന് ശേഷം പോലീസ് പ്രതികളെ വീണ്ടും 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി ചതുപ്പിലെ തിരച്ചിൽ പുനരാരംഭിച്ചു. 3-ാം നാൾ വിജിലിന്റെ ഷൂ കണ്ടെടുത്തു. പ്രതികൾ ഇത് വിജിലിന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് 50 മീറ്ററിലധികം ദൂരത്തെ ചെളിയും കല്ലും മരത്തടികളും കോരിമാറ്റി പരിശോധിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, മണ്ണുമാന്തി യന്ത്രങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ വലിയൊരു സംഘം നടത്തിയ തിരച്ചിലിൽ 53 അസ്ഥിഭാഗങ്ങൾ, വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, കെട്ടിത്താഴ്ത്തിയ കല്ലുകൾ, കയറുകൾ എന്നിവ കണ്ടെത്തി.